Good morning, Rufi. Zoro? Zoro? Good morning. സുഖി ടീഷർട്ടൊക്കെ എടുത്തിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. കാണാല്ലേ, മുഖം കാണിക്ക്. സോറോപ്പി, ഏയ് സോറോപ്പി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമുക്ക് മൊമ്മോനോടും ഗുഡ് മോർണിംഗ് പറയാം. ഗുഡ് മോർണിംഗ് മൊമ്മോ. എവിടെ മൊമ്മോ? മൊമ്മോ എവിടെ? റൂഫി, ഗുഡ് മോർണിംഗ് മൊമ്മോ. അതാ മൊമ്മോനെ നോക്കാൻ പോകുന്നുണ്ട്. ഇത്തേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്, പിന്നെ അതാ സുഖി ചായ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. എന്താ ഞാനിതാ ഫെനുഗ്രീക്ക് വാട്ടറും പിന്നെ പിള്ളേർക്ക് ഇതാ സ്നാക്സും. ബെഡ് കൊണ്ടത് കഴുകിയിട്ട് ചുമ്മാ ഇട്ട് കൊടുത്തതാ. സോറോ ബെഡ് ഇഷ്ടായ? കഴുകിയപ്പോ ഇഷ്ടായ നിനക്ക്? ശരി വാ, ഡ്രൈ ഫുഡ് തരാ. രണ്ടാക്കും ഡ്രൈ ഫുഡ് തരാവേ. സുന്ദരി, റൂഫി, നീ 9 സംതിങ് ആയടി. അന്ന് പോയപ്പോ 8 ആയിരുന്നു, ഇപ്പൊ 9 ആയി. പൊന്നു വെയിറ്റ് കുറക്കണോ? ലെറ്റ് സ്റ്റാർട്ട് യുവർ ഡയറ്റ്. ഓക്കെ, ബിസ്ക്കറ്റ് തീറ്റൊക്കെ കുറക്കട്ടാ. ഡെയിലി 4 ബിസ്ക്കറ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല. വെയിറ്റ് കുറക്കണം. വെയിറ്റ് കൂടിയാ പൊന്നിന് വയ്യാണ്ടാവും, കാലൊക്കെ വേദനയായിട്ട് പിന്നെ നടക്കാൻ പറ്റാണ്ടാവും. ഇനി കുറച്ച് തിന്നാ മതി, വെയിറ്റ് കുറക്കണം. മനസ്സിലാവുണ്ടാ? റൈസ് കംപ്ലീറ്റ്ലി കട്ട്. ഓക്കെ, ഡീൽ? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മുരുമുര ദോശ, ഗീ റോസ്റ്റ് പോലെ നല്ല യമ്മി സ്പൈസി കോക്കനട്ട് ചമ്മന്തി. ചട്നി അല്ല കേട്ടോ, ചമ്മന്തിയാണ്. പിന്നെ ഡബിൾ എഗ് ഹാഫ് ബോയിൽ. ഹസ്ബൻഡ്, എൻജോയ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നെന്താ നമ്മൾ ജിമ്മിൽ പോവായിരുന്നു. സുഖീന് ഉറക്കം വന്നു, പിന്നെ എനിക്ക് വയ്യായിരുന്നു. ഇതാ ദോശ കൊതിയം വന്ന് നിൽക്കണ്ട അടുത്ത്. കൊടുക്കണ്ടെങ്കിൽ ഒരു ദോശ കൂടെ ഉണ്ടാക്കാം. എൻ്റെ ദോശ ഒന്ന് മറ്റേ കട്ടിയുള്ള കുട്ടി ദോശ, ഒന്ന് ഗീ റോസ്റ്റ് പോലെ. കാരണം എനിക്ക് ചമ്മന്തിൻ്റെ കൂടെ തട്ടിൽ കുട്ടി ദോശ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. കഴിച്ചോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ശരിക്കും നമ്മൾ തട്ടുകടയിൽ നിന്ന് കഴിക്കണം അതേ ടേസ്റ്റ് ഉണ്ട്. ശരി, ഞാനും പോയി കഴിക്കട്ടെ. ഈ പ്രോഗ്രാമിൽ നല്ല രസമുണ്ട് കേട്ടോ. സീസർ എന്നാണ് അയാളുടെ പേര്. അയാൾ ഡോഗ് ട്രെയിനറാണ്. ഡോഗ് മാത്രമല്ല, നമ്മളെ ട്രീറ്റ് ചെയ്യും. ട്രെയിനറാണ്. അഗ്രസീവ് ഡോഗ്സിനെ ഇതൊക്കെ ട്രെയിൻ ചെയ്യുന്നത്. നമുക്കൊരു ഫേസ് പാക്ക് ഇടുന്നു. കണ്ണാടി ഉണ്ട്, ക്യാമറയുണ്ട്. കാരണം കണ്ണാടി നോക്കിയില്ലെങ്കിൽ എങ്ങനെ ഇടും? കണ്ണിലും മൂക്കിലും വെച്ച് തേക്കൂലേ. സോ ഇത് ഫോക്സ് ടെയിലിൻ്റെ ആണ് കേട്ടോ. കഴിയാറായി, ഇച്ചിരി ഉള്ളു. കാരണം ഈ വയ്യ എന്നുള്ള പോലത്തെ ഒരു തോന്നൽ മാറി ഒന്ന് ഫ്രഷ് ആകാം നമുക്ക്. കുളിച്ച ഒന്ന് ഫ്രഷ് ആവും. അപ്പം എന്തായാലും ഹൊസൂരൊക്കെ പോയി കുറേ വെയിൽ കൊണ്ടതല്ലേ, അപ്പോൾ ഒരു ഇച്ചിരി ഒരു ഡീറ്റെയിൽ ആയിക്കോട്ടെ പറഞ്ഞിട്ട് ശരിക്കും ഇതിടാനുള്ള ബ്രഷൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എളുപ്പം പണി തീരുന്നെങ്കിൽ കൈയായിട്ട് ഇടുന്നതാണ് നല്ലത്. കൈ നല്ലോണം ക്ലീൻ ചെയ്താൽ മതി ഇടുന്നതിൻ്റെ മുന്നേ. ഞാൻ നല്ലോണം കൈ വാഷ് ചെയ്ത് എന്നിട്ടാണ് ഇടുന്നത്. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ പിന്നെ കുളിക്കാൻ കയറാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12 ആയിട്ടുണ്ട്. 1:30 എനിക്ക് ലോഗിൻ ചെയ്യണം. അതിൻ്റെ മുന്നേ നമുക്ക് കുക്ക് ചെയ്യണം. ഇന്നൊരു
ഈ കോൾഡിനും മൂക്കടപ്പിനൊക്കെ പറ്റിയൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ റെസിപ്പി കാണിക്കാം. നോക്കട്ടെ, സമയം ഉണ്ടാവുമോ നോക്കട്ടെ. കയ്യിലുള്ളതൊക്കെ അങ്ങനെ നമുക്ക് നെക്കിൽ വെച്ച് തേക്കാം. ഇത് വാങ്ങിയിട്ട് കുറേ ആയിട്ട് അതിൻ്റെ ഡേറ്റ് കഴിയാറായി. അപ്പോൾ ഞാൻ വിചാരിച്ച് സമയം കിട്ടില്ല തേക്കാൻ, ഇന്ന് തേക്കാം. വീക്കിലി വൺസ് ഇനി അങ്ങോട്ട് തേച്ചാൽ 2 പ്രാവശ്യം തേച്ചാൽ തീരും. ഓക്കെ, ശരി, ഇനി കുളിച്ചിട്ട് കാണാം. സോ ഇനി ഞാൻ ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് ലോഗിനും ചെയ്ത് ലഞ്ച് കഴിക്കാൻ വന്നേക്കാണ്. ഇത് നാച്ചുറൽ ലൈറ്റിലുള്ള എൻ്റെ ലഞ്ചിൻ്റെ ലുക്കാണ്. ഇതിൻ്റെ പേര് ചിക്കൻ ഷോർബ എന്നാണ്. ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണോ? റെഡിയാണ്. ഞാനിത് കഴിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ പോയി ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി കണ്ടിട്ട് വരൂ. ശരി, അപ്പോൾ നമുക്ക് ചിക്കൻ ഷോർബ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ ചിക്കനെ കഴുകിയിട്ട് കുറച്ച് കല്ലുപ്പ്, കുറച്ച് തൈര്, കുറച്ച് മഞ്ഞപ്പൊടി. കാരണം ഈ മഞ്ഞപ്പൊടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ, പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ വേറെ ഇടില്ല. കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല, അധികം പറഞ്ഞാൽ കറക്റ്റ് പാകത്തിന്. അതൊക്കെ ഇട്ടിട്ട് ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുമ്മാ. അപ്പോൾ ഈ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച ഈ ഉള്ളി ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും പ്ലസ് പെപ്പറും ജീരകവും, ഇത്ര സാധനങ്ങൾ നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കണം. ഞാൻ 2 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഈ കോൾഡ്, അണ്ടർ ദ വെതർ അങ്ങനത്തെ ഒക്കെ വയ്യായികളുള്ളപ്പോൾ ഇത് അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് രസം വെറുതെ കുടിക്കും, നമ്മൾ വെജ് രസം ഉണ്ടാക്കൂലേ, അതിനേക്കാളും എഫക്റ്റീവാണ് ചിക്കൻ ഷോർബ. രസത്തിൻ്റെ ഗുണവും ചെയ്യും, എന്നാൽ പ്രോട്ടീനും ഉണ്ടാകും. പിന്നെ ഒരു 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്. ഇതിൽ എരി എന്ന് പറഞ്ഞാൽ ഈ പച്ചമുളകും ഈ കുരുമുളകുമാണ്. പിന്നെ നമ്മൾ ഇത് ഗീലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഗീല് സോട്ടേ ഫസ്റ്റ് ചെയ്യാനാണ് 3 ഗ്രാമ്പു, 2 കാടമം, ഒരു വലിയ സിന്നമൺ സ്റ്റിക്കും, 2 ബേ ലീഫും. അപ്പം നമുക്ക് ആദ്യം ഇനി ഇതിനൊക്കെ കൂടെ പോയി പേസ്റ്റ് ചെയ്യാം. ഇതിൽ പുതിന ഇടില്ല കേട്ടോ, മല്ലിയില മാത്രമേ ഇടുള്ളൂ. അപ്പം നമുക്ക് ഈ കുനുകുന അരിഞ്ഞ ഉള്ളി ഒഴികെ ബാക്കിയുള്ള എല്ലാ സാധനത്തിനെയും ആദ്യം നല്ലോണം അരച്ച് ഇതും ഈ 2ഉം കൂടെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ, കുക്കർ ഇവിടെ ചൂടായിട്ട് ഞാൻ ഇന്ന് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം ഇത് കുക്കറിൽ ഒരു 3 വിസിലടിച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർ ഒരു രസത്തിൻ്റെ ഫ്ലേവർ വരും. കുറച്ച് ഗീ ഇട്ടിട്ടുണ്ട്, ഒരു 1 ടീസ്പൂണോളം വരും കേട്ടോ ഗീ. പിന്നെ ഞാൻ യൂസ് ചെയ്ത അനിയൻ എന്താ ഈ സൈസുള്ള 2 എണ്ണത്തിന് പേസ്റ്റ് ആക്കാനും എടുത്തിട്ടുണ്ട്, ഈ സൈസുള്ള 1 എണ്ണത്തിന് അരിഞ്ഞിട്ടും വെച്ചിട്ടുണ്ട്. സോ അതാണ് അനിയൻ്റെ റേഷ്യോ. ഇത് ഗീയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഗീ തന്നെ യൂസ് ചെയ്യണത് ഉണ്ടാക്കാൻ, ഓയിലൊന്നും യൂസ് ചെയ്യരുത്. എന്നിട്ട് അതിലേക്ക് ഇതാ നമ്മൾ 3 ഗ്രാമ്പൂ, 2 കാടമം, ഒരു വലിയ സിന്നമൺ സ്റ്റിക്ക്, പിന്നെ 2 ബേ ലീഫ് ഇത് ആഡ് ചെയ്ത് കൊടുത്തു. അണിയൻസും കൂടെ ഇട്ട് കൊടുത്ത്. കറണ്ട് വന്ന് ബാക്കപ്പാണ്, അതുകൊണ്ട് ചിമ്മിയിൽ ലൈറ്റ് ഇല്ല കേട്ടോ. സോ അനിയനും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാൻ. ചിക്കനും ഇതേപോലെ ഒന്ന് ഡ്രൈ ഫ്രൈ പോലെ ഇങ്ങനെ ഈ ഗീലിട്ടൊന്ന് പുരട്ടിയെടുക്കണം. എന്നിട്ട് വേണം പേസ്റ്റ് ചേർക്കാൻ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ മലയാളികൾക്ക് കറിവേപ്പില ഒഴിവാക്കിക്കൊണ്ടൊരു ജീവിതം ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടുണ്ട്. ഇത് കുറച്ച് നേരം തന്നെ മാറിനേറ്റ് ചെയ്തിട്ടുള്ളൂ, കുറേ നേരം ഒന്നും മാറിനേറ്റ് ചെയ്യണ്ട. ഞാനൊരു 10-15 മിനിറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് പിന്നെ നമ്മളിങ്ങനെ കുക്കറിൽ ഇട്ടിട്ട് വിസിലൊക്കെ അടിക്കാൻ വെക്കുമല്ലോ. ശരി, ഞാൻ ഇത് ഇളക്കി വിടട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച ആ പേസ്റ്റ് ഇട്ട് കൊടുക്കട്ടോ. അത് നല്ല പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം നല്ല മിക്സായി, പെപ്പറും ജീരകവും എല്ലാം അരഞ്ഞു വരുന്ന പോലെ പേസ്റ്റാക്കി എടുത്തു. ഇപ്പം നല്ല പച്ച കളറിലായിട്ടുണ്ട്. കാണിച്ചു തരാം, ഇതാ കണ്ടോ,
പച്ച കളറിൽ ഉണ്ട്. പക്ഷെ ഇതിലേക്ക് നമ്മൾ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ജസ്റ്റ് മിക്സ് ആക്കിയാൽ മതി. ഇതിനിങ്ങനെ വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിനൊന്നിങ്ങനെ മിക്സാക്കി ഒരു 2-3 മിനിറ്റ്സ് മാത്രം വെക്കുക, വെച്ച് ഇളക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാം വാട്ടർ, ഞാൻ ഇവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വാം വാട്ടർ വേണം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വാം വാട്ടർ ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ കറക്റ്റ് കുക്കർ ഓപ്പൺ ആക്കി. ഇതിന്റെ മണം കൂടെ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടെ തരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല മണം. അപ്പം അതിൻ്റെ അർത്ഥം എൻ്റെ മൂക്കൊക്കെ തുറന്നു, മൂക്കടങ്ങൊക്കെ സ്റ്റീമൊക്കെ എടുത്തപ്പോൾ തുറന്നു. ഇനി ഇതിനെ നമുക്ക് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഒഴിക്കാൻ നമുക്ക് ഞാൻ കുറേ ഗ്രേവി ഒഴിക്കാം നമുക്ക്. കാരണം ഇതിൻ്റെ ഈ ഗ്രേവി ആണല്ലോ ഇതിൻ്റെ രസം എന്ന് പറയുന്ന സാധനം. അതിൽ നിറയെ പെപ്പറും ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ഉണ്ട്. പിന്നെ പ്രോട്ടീന് നമുക്ക് കുറച്ച് ചിക്കൻ പീസ് ഇടാം. ഇനി ഇതിനെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് രസം റൈസ് കഴിക്കൂലേ, രസം റൈസ് കഴിക്കണ പോലെ മിക്സ് ചെയ്തടിക്കാം. അയ്യോ വായ വെള്ളം വന്നിട്ട് വയ്യ, ഞാൻ കഴിക്കട്ടെ. ഇപ്പം സമയം 4 മണി. യെസ്, 4 മണി ആവാൻ പോണു. കഴിക്കട്ടെ. ഗുഡ് ഈവനിങ് ബേബീസ്. റൂഫി, സോറോ, ഗുഡ് ഈവനിങ്. ഹസ്ബൻഡ്, മിസ്റ്റർ ഹസ്ബൻഡ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞായിരുന്ന? ഇല്ല അല്ലേ? എല്ലാവർക്കും പറഞ്ഞോ? എനിക്ക് ഓർമ്മയില്ല. ഇന്ന് സുഖിക്കാണല്ലോ തുമ്മല്. ആവി പിടിക്കുക യൂക്കാലിപ്റ്റസ് ഓയിൽ ഒഴിച്ച്. എനിക്ക് അതിലാ കുറഞ്ഞത്. എടാ കാറ് വരുന്നു. അല്ലെങ്കിൽ ഞങ്ങള് വാക്കിങ്ങിന് ഇറങ്ങുമ്പോ ആരും ഉണ്ടാവാറില്ല കേട്ടാ. മീൻസ് ഞങ്ങളെ കൂടെ വരുന്നവരുണ്ടാവും, അല്ലാണ്ട് സൊസൈറ്റീൻ്റെ അവിടെ ഒന്നും ആരെയും കാണാറില്ല. ഇന്ന് കറക്റ്റ് ഞാൻ മുഖത്ത് നിറയെ പിമ്പിൾ പാച്ച് ഒട്ടിച്ചിറങ്ങി. കുറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും അയ്യോ മുഖത്തെന്ത് പറ്റി. എല്ലാവരും ട്രാൻസ്പെറൻറ്റിൽ ഒട്ടിക്കുക. ഞാൻ കുറേ പോവും പാണ്ടയും പപ്പയും ഒക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. വെള്ളം കൂടി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ 2-3 ദിവസമായിട്ട് ജിമ്മിലും പോണില്ല. അതിൻ്റെ ഒക്കെ ആയിരിക്കാം. നല്ല കുരു വന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം നിറയെ കുടിക്കണം. ആ കുടിക്കുന്ന 2 ഗ്രീൻ ടീ ഒക്കെ മാത്രം തന്നെ ഉള്ളൂ ഇപ്പോൾ വെള്ളമായിട്ട്. അല്ലാണ്ട് വെള്ളമായിട്ട് കുടിക്കണേ ഇല്ല നോർമലി. സുഖീനൊരു കോള് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യം. അങ്ങനെ സുഖി റൈസും ചിക്കൻ ഷർബയും കഴിക്കാൻ പോവാണ്. ഞാൻ പപ്പടം എടുക്കാൻ മറന്നു. സുഖി, നീ ഇപ്പൊ പപ്പടമൊക്കെ കൂട്ടി കഴിക്കോ? അടിപൊളി. എന്താ ടേസ്റ്റ് പറയേ? നല്ല ചില്ലി മുളക് രസം, പിന്നെ ചിക്കൻ, പപ്പടം. സാറ്റിസ്ഫൈഡ്. ചില്ലി മുളക് രസമല്ല, പെപ്പർ മുളക് രസം. ചില്ലി അധികം എരിയില്ലാത്ത ഒരു 4 ഇട്ടിട്ടുള്ളൂ. പക്ഷെ പെപ്പർ നല്ലോണം പൊടിച്ചിട്ടു. പക്ഷെ പപ്പടം ചേർത്തിയപ്പോ എന്ത് ടേസ്റ്റ്. ഐ ഹേറ്റ് യു. എന്റെ ചായ ഇവിടെ റെഡിയാവുണ്ട്. ഇന്ന് ഹൈബിസ്കസ് ടീ. യെസ്. നിങ്ങൾക്കൊന്നും തന്നില്ലേ? നിങ്ങക്ക് എന്താ വേണ്ട കഴിക്കാന്? You guys want something? Snacks? ഇന്ന് ഡിന്നർ കഴിക്കൂലെന്ന് വിചാരിച്ച ഞാനാണ്. പക്ഷെ ഇത് സുഖി കഴിക്കുമ്പോ അത് ഇരുന്നല്ലോ അതില്ലേ, ഇരുന്നപ്പോ ഇഞ്ഞും ടേസ്റ്റായി. അപ്പോ ഇന്ന് ഡിന്നറിന് എന്താ വെച്ചാൽ ഇത് ശരിക്കും ഇങ്ങനെ കഴിക്കുക. ഈ ചിക്കൻ ഷോർബ ശരിക്കും ഇങ്ങനെ കഴിക്കാമല്ലോ. ഇതില് ബ്രെഡ് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട്
സോറി. ചുള്ളൊഴുകിന്. ഇത് ചോറിന്റെ കൂടെ ഉള്ളതിനേക്കാളും ടേസ്റ്റ് ബ്രെഡിന്റെ കൂടെ. ഇത് സവർഡോ ബ്രെഡാണ്, മൾട്ടിഗ്രെയിൻ സവർഡോ ബ്രെഡ്. ഒരു രക്ഷയില്ല. ഒരു മുക്കുക, കഴിക്കാം. അപ്പൊ ഞാൻ കഴിക്കട്ടെ, പിന്നെ കാണാം. സമയം 12 മണി. അങ്ങനെ നമ്മൾ സെമി ഫൈനൽ കാണാൻ വേണ്ടി വന്നു. OOTD of the day. Just how well has been done this as we can continue at this level for a second. അങ്ങനെ നമ്മള് ഡേ 22 ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ക്ലോഷർ എടുക്കാൻ വീട്ടിൽ പോയിട്ട് പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ എടുക്കാം ക്ലോഷർ. ഇപ്പം ഞങ്ങളുള്ളത് എവിടെയെന്ന് അറിയോ? സെക്ടർ 144 ഇലക്ട്രോണിക് സിറ്റി. ഇവിടെ ഫിഫ സെമി ഫൈനൽ സ്ക്രീനിങ് ഉണ്ട്. അതിന് വേണ്ടി വന്നാണ്. നമ്മളൊരു 7 പേരുണ്ട് ഇവിടെ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ലവ് യു, virtual hugs. Good night.